ഹായ്. പല രോഗികളും ഞങ്ങൾ ഡോക്ടർമാരോട് വന്ന് ചോദിക്കുന്ന ഒരു പ്രധാന ചോദ്യമാണ്, ഡോക്ടറെ, ഞങ്ങൾ അധികം ഭക്ഷണമൊന്നും കഴിക്കുന്നില്ല, മധുരമുള്ളതും കഴിക്കുന്നില്ല, എന്നിട്ടും ഞങ്ങളുടെ ഷുഗർ എന്തുകൊണ്ട് കൺട്രോൾ ആകുന്നില്ല? യെസ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് പ്രമേഹത്തെ പറ്റിയാണ്. ലോകത്തും ഇന്ത്യയിലും ഏതാണ്ട് 10% ആൾക്കാർ പ്രമേഹം ബാധിച്ചതായി കണക്കാക്കപ്പെടുന്നു. അതിൽ തന്നെ കേരളത്തിലേക്ക് വന്നാൽ 4-ൽ ഒരാൾക്ക് ഷുഗർ ഉള്ളതായി കണക്കാക്കപ്പെടുന്നു. എന്താണ് പ്രമേഹം? നമ്മുടെ ശരീരത്തിൽ പാൻക്രിയാസ് ഗ്രന്ഥിയിൽ നിന്നും ബീറ്റാ കോശങ്ങളിൽ നിന്നും ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്നു. ഈ ഇൻസുലിൻ്റെ ധർമ്മം തന്നെ നമ്മുടെ രക്തത്തിലെ ഷുഗർ നിയന്ത്രിച്ച് നിർത്തുക എന്നുള്ളതാണ്. ചില സന്ദർഭങ്ങളിൽ പാൻക്രിയാസ് ഗ്രന്ഥിയിൽ നിന്നും ബീറ്റാ സെൽസിൽ നിന്നും ഇൻസുലിൻ ഉൽപ്പാദനം ഉണ്ടാവാതിരിക്കുകയോ അല്ലെങ്കിൽ കുറഞ്ഞ അളവിൽ ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുകയോ ചെയ്യുമ്പോഴെല്ലാം നമ്മുടെ രക്തത്തിൽ ഷുഗറിൻ്റെ അളവ് ക്രമാതീതമായി ഉയർന്നു നിൽക്കുന്നതായി കാണാറുണ്ട്. ഈ ഒരു സന്ദർഭത്തിലാണ് നമ്മൾക്ക് പ്രമേഹം ഉണ്ട് എന്ന് നമ്മൾ പറയുന്നത്. ആർക്കെല്ലാമാണ് പ്രമേഹം വരാൻ സാധ്യത കൂടുതലുള്ളത്? പൊതുവെ 40 വയസ്സിൽ കൂടുതൽ പ്രായമുള്ളവരിൽ, വ്യായാമം ഇല്ലാത്തവരിൽ, വീട്ടിൽ ചടഞ്ഞുകൂടി ഇരിക്കുന്നവരിൽ, അമിതവണ്ണം അഥവാ ബോഡി മാസ് ഇൻഡെക്സ് 25-ൽ കൂടുതൽ ഉള്ളവരിൽ, പ്രഷർ, കൊളസ്ട്രോൾ ഉള്ളവരിൽ, പുകവലി, മദ്യപാനം ഉള്ളവരിൽ, ഫാമിലി ഹിസ്റ്ററി ഉള്ളവരിൽ, ഇംപയർഡ് ഗ്ലൂക്കോസ് ടോളറൻസ് അതായത് ഫാസ്റ്റിംഗ് ഷുഗർ 100-നും 126-നും ഇടയിൽ ഉള്ളവർക്കെല്ലാം ഷുഗർ വരാൻ സാധ്യത കൂടുതലാണ്. എത്രയാണ് നോർമൽ ഷുഗർ? ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ. ഇത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. രാത്രി ഭക്ഷണം കഴിച്ചതിന് ശേഷം 8 മണിക്കൂർ മുതൽ 12 മണിക്കൂർ വരെ ഫാസ്റ്റിംഗ് ചെയ്തതിനു ശേഷം കൊടുക്കുന്ന ബ്ലഡ് ടെസ്റ്റിനെയാണ് ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ എന്ന് പറയുന്നത്. ഇത് 126-ന് മുകളിൽ പോയാൽ നമ്മൾക്ക് പ്രമേഹമുണ്ടെന്ന് മനസ്സിലാക്കുന്നു. 100-നും 110-നും ഇടയ്ക്കാണ് അഭികാമ്യമായ ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ വാല്യൂ. എന്താണ് പോസ്റ്റ് പ്രാൻഡിയൽ ബ്ലഡ് ഷുഗർ? ഭക്ഷണത്തിന് ശേഷം 2.5 മണിക്കൂർ കഴിഞ്ഞ് എടുക്കുന്ന ബ്ലഡ് ടെസ്റ്റിനെയാണ് പോസ്റ്റ് പ്രാൻഡിയൽ ബ്ലഡ് ഷുഗർ എന്ന് വിളിക്കുന്നത്. ഇത് 200-ൽ കൂടുതലായാൽ നമ്മൾക്ക് പ്രമേഹമുണ്ടെന്ന് മനസ്സിലാക്കുന്നു. 40 വയസ്സിൽ താഴെയുള്ളവർക്ക് ഇത് 140 അഭികാമ്യമാണ്. 40 വയസ്സിനും 50 വയസ്സിനും ഇടയിലാണെങ്കിൽ 150 വരെയും ഇത് അഭികാമ്യമാണ്. എന്നാൽ 60-ന് മുകളിലാണെങ്കിൽ 180 വരെ ഇത് അഭികാമ്യമാണ്. ഇനി നമുക്ക് പ്രമേഹത്തിൻ്റെ ലക്ഷണങ്ങൾ നോക്കാം. വിശപ്പ്, മൂത്രം അധികം പോവുക, വെള്ളം അധികം കുടിക്കുക, മുറിവുകൾ ഉണങ്ങാത്ത അവസ്ഥ, തടി വെക്കുക, ചിലർക്ക് തടി മെലിച്ചിൽ, ക്ഷീണം, കാഴ്ച മങ്ങുക, കൈകാലുകളിൽ തരിപ്പ്, ഇവയെല്ലാം പ്രമേഹത്തിൻ്റെ ലക്ഷണങ്ങളായി കണ്ടുവരുന്നു. അതുപോലെ തന്നെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു ടെസ്റ്റാണ് HbA1c. 3 മാസത്തെ ഷുഗറിൻ്റെ ശരാശരി അളവ് ഇത് നമുക്ക് കാണിച്ചു തരുന്നു. എന്താണ് PSC? നിങ്ങളിപ്പോൾ വിചാരിക്കുന്നുണ്ടാവും പബ്ലിക് സർവീസ് കമ്മീഷൻ എന്ന്. എന്നാൽ നമ്മൾ ഇവിടെ ഉദ്ദേശിക്കുന്നത് പ്രഷർ, ഷുഗർ, കൊളസ്ട്രോൾ. ഷുഗറുമായി പ്രഷറിനും കൊളസ്ട്രോളിനും വളരെ അഭേദ്യമായ ബന്ധമുണ്ട്. എന്താണ് ആ ബന്ധം? ഇവർ 3 പേരും ഒത്തൊരുമിച്ചാണ് ഒരുപാട് ഡേഞ്ചറസ് കോംപ്ലിക്കേഷൻസ് ഉണ്ടാക്കുന്നത്. പലരും ചിന്തിക്കുന്നുണ്ടാവും, ഷുഗർ കൂടിയിരുന്നാൽ എന്താണ് ഇത്ര പ്രശ്നമെന്ന്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഷുഗർ ചെറിയൊരു അസുഖമല്ല, അതിന് ഒരുപാട് ഡേഞ്ചറസ് കോംപ്ലിക്കേഷൻസ് ഉണ്ട്. എന്തെല്ലാമാണ് ഈ ഡേഞ്ചറസ് കോംപ്ലിക്കേഷൻ? കണ്ണിലാണെങ്കിൽ തിമിരം, ഗ്ലോക്കോമ, റെറ്റിനോപ്പതി. ഹൃദയത്തിലാണെങ്കിൽ ഹാർട്ട് അറ്റാക്ക്. ബ്രെയിനിലാണെങ്കിൽ സ്ട്രോക്ക് അഥവാ പക്ഷാഘാതം. ഷുഗർ വരുക വഴി സ്ട്രോക്കിൻ്റെയും ഹാർട്ട് അറ്റാക്കിൻ്റെയും റിസ്ക് 4 മടങ്ങായി ഉയരുന്നു എന്ന് മനസ്സിലാക്കിയിരിക്കുക. കാലിൽ വരികയാണെങ്കിൽ രക്തോട്ടം കുറയുക വഴി
മുറിവുണ്ടാകുകയും അവ ഉണങ്ങാതെ വരികയും ചെയ്യുന്നു. കൂടാതെ പൊള്ളൽ, പുകച്ചിൽ, ചുട്ടുനീറ്റം, മുളകരച്ചതുപോലെ ഇങ്ങനെയുള്ള ലക്ഷണങ്ങളും കാലിൽ കാണാറുണ്ട്. കിഡ്നിയിലാണെങ്കിൽ കിഡ്നി ഡാമേജ് ആവുകയും അതുവഴി 80% ഡയാലിസിസിന് ഷുഗർ കാരണമാവുകയും ചെയ്യുന്നു. ഇനി നമ്മൾ പ്രധാനപ്പെട്ട ഭാഗത്തിലേക്ക് കിടക്കാം. എങ്ങനെയാണ് ഷുഗർ കൺട്രോൾ ആക്കുന്നത്? ഇതിൽ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ട ആദ്യത്തെ പോയിന്റും വളരെ പ്രധാനപ്പെട്ട പോയിന്റും ഇതാണ്. ഷുഗറിന്റെ ട്രീറ്റ്മെന്റ് 70% രോഗിയുടെ കയ്യിലാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. 30% മാത്രമേ ഡോക്ടറിന് ചെയ്തു തരാൻ പറ്റുകയുള്ളൂ. ഷുഗർ, പ്രഷർ, കൊളസ്ട്രോൾ ഇവയുടെ ഗുളികകൾ നമ്മൾ കഴിക്കുന്നത് ഇവയുടെ കോംപ്ലിക്കേഷൻസ് ഒഴിവാക്കാനാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ 3 അസുഖങ്ങളുടെയും ഗുളികകൾ ജീവിതകാലം മുഴുവൻ കഴിക്കണമെന്ന് പറയുന്നത്. ഇത് പറയുമ്പോൾ തന്നെ നിങ്ങളിൽ പലർക്കുമുള്ള ഡൗട്ട് ഞാൻ പറയാം. അതായത്, ഡോക്ടറെ, ഈ ഗുളികകളെല്ലാം ജീവിതകാലം മുഴുവൻ കഴിച്ചാൽ നമ്മുടെ കിഡ്നി അടിച്ചു പോവില്ലേ? എന്നാൽ ഇതിന്റെ ഉത്തരം ഇതാണ്: നിങ്ങളുടെ കിഡ്നി അടിച്ചു പോകത്തില്ല. കിഡ്നി അടിച്ചു പോകാതിരിക്കാനാണ് ഈ ഗുളികകൾ കഴിക്കുന്നത്. ഇതിന്റെ ഫാക്ട് ചെക്ക് ചെയ്താൽ 80% ഡയാലിസിസ് ചെയ്യുന്ന പേഷ്യൻസിന്റെ കിഡ്നി കേടായിരിക്കുന്നത് ഷുഗർ മൂലമാണ്. അപ്പോൾ ഗുളിക കഴിക്കുന്നതിൽ ആരും മടി കാട്ടരുത്. പലരും ഡോക്ടർമാരുടെ അടുത്ത് വന്ന് പറയാറുണ്ട്, ഡോക്ടറെ, ഞാൻ ഒന്നും തന്നെ കഴിക്കുന്നില്ല, എന്നിട്ടും എൻ്റെ ഷുഗർ കുറയുന്നില്ലല്ലോ, എന്തൊക്കെ ഭക്ഷണം എനിക്ക് കഴിക്കാം? ശ്രദ്ധിച്ചു കേട്ടോളൂ. 3 കാര്യങ്ങൾ വേണം ഷുഗർ കൺട്രോൾ ആക്കാൻ. അതിൽ ഒന്നാമത്തേത് കൃത്യമായ ഭക്ഷണ രീതിയും ക്രമവും ഭക്ഷണത്തിന്റെ അളവും. കറക്റ്റ് ടൈമിന് ഭക്ഷണം കഴിച്ചിരിക്കണം, എന്നാൽ അളവ് കുറക്കുക. ഏത് ഭക്ഷണവും ആയിക്കോട്ടെ, അളവ് കുറക്കുക. പഴുത്ത ഫ്രൂട്ട്സ് ഒക്കെ ഒഴിവാക്കുക. അതായത് പഴുത്ത മാങ്ങ, പഴുത്ത ചക്ക, ഇതെല്ലാം ഒഴിവാക്കുന്നതാണ് നല്ലത്. എന്ത് സാധനവും നിങ്ങൾക്ക് കഴിക്കാം, ആശയമുണ്ടെങ്കിൽ എന്ത് സാധനവും കഴിക്കാം. പക്ഷെ അത് ആഘോഷിച്ച് കഴിക്കരുത് എന്ന് മാത്രം. രണ്ടാമത്തെ കാര്യം, വ്യായാമം വേണം. രാവിലെയും വൈകുന്നേരം അരമണിക്കൂർ കണ്ടെത്തി നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ വ്യായാമം ശീലമാക്കുക. മൂന്നാമത്തെ കാര്യം, കൃത്യമായി ഡോക്ടർ നിർദ്ദേശിക്കുന്ന പോലെ മരുന്ന് കഴിക്കുക. ഈ 3 കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായി പാലിച്ചാൽ നിങ്ങളുടെ ഷുഗർ തീർച്ചയായും നിയന്ത്രണ വിധേയമാക്കാൻ സാധിക്കും. അപ്പോൾ ഈ ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നന്ദി, നമസ്കാരം.